ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു നെയിം മീറ്റിംഗ് ചലഞ്ച് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റിലത്തെ ലെറ്റർ വന്നിട്ട് എസ് ആണ്. എസ്സിന് ഞാൻ സോസാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതെനിക്ക് വെറുതെ കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും നമ്മൾ കഴിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെറ്റർ വന്നിട്ട് നബേർട്ടിന്ന് സോറി ഗൈസ്, എന്നാണ്. എന്നിന് ഞാൻ നബേർട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് വേറൊന്നുമല്ല, എടുത്തപ്പോൾ രണ്ടെണ്ണം കൂടിപ്പോയി. ഇതെങ്ങാണ് അനിയൻ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും ഗൈസ്, വേറൊന്നുമല്ല. അപ്പോൾ ഈ ഒരു പാക്കറ്റിനകത്ത് എത്രണ്ണം വെച്ചിട്ടുണ്ടെന്ന് അവനും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി പാളും ഗൈസ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ വന്നിട്ട് ഇ ആണ്. ഇക്ക് ഞാൻ എഗ് ആണ് കേട്ടോ എടുക്കുന്നത്. ഈ മുട്ട ഇതുപോലെ പുഴുങ്ങി ഇങ്ങനെ കഴിക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും നമ്മുടെ ചലഞ്ചിന് വേണ്ടി ഞാൻ കഴിക്കും ഗൈസ്. പിന്നെ വെറുതെ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് മസാലയൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്, എന്നാലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ വന്നിട്ട് എച്ച് ആണ്. എച്ചിന് ഞാൻ ഹണി ആണ് കേട്ടോ എടുക്കുന്നത്. തേൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവും, അതുകൊണ്ട് ഞാനൊരു 2 സ്പൂൺ തേൻ അങ്ങ് കുടിച്ചു. തേൻ ഇങ്ങനെ വെറും വയറ്റിൽ കുടിക്കുന്നത് വെയിറ്റ് ലോസിന് നല്ലതാണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ വന്നിട്ട് എ ആണ്. എക്ക് ഞാൻ അരിമുറുക്കാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം പല്ലിൽ കമ്പി ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ എക്സ്പ്രഷൻസ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട്, ആരും മൈൻഡ് ആക്കണ്ട. ഇന്നത്തെ നമ്മുടെ നെയിം മീറ്റിംഗ് ചലഞ്ചിന്റെ പേര് വന്നിട്ട് സ്നേഹ എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്നേഹമാർക്കും ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.